നമസ്കാരം, വെൽക്കം ടു ചാനൽ. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ISL തന്നെ തുടങ്ങാൻ പോവുകയാണ്. ഒന്നോ രണ്ടോ ദിവസം മാത്രമാണല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം സീസൺ 9 ടീം 12 ടീമിനും അതിൽ നിന്നും 10 ടീമിലത്തെ കോച്ചുമാരും അത് കഴിഞ്ഞ സീസൺ ഏത് ടീമിനാണുണ്ട് ആ ടീമിന് തന്നെയാണ്. ചരിത്രമാണ് മച്ചവനെ. ഇപ്പോൾ 10 ടീമിലത്തെയും കോച്ചുമാരെ മാറ്റാത്ത വലിയ ചരിത്രം തന്നെയാണ് മച്ചവനെ. 9 സീസൺ വരെ എല്ലാം കോച്ചുമാരെ മാറ്റിയിട്ട് 8 സീസൺ വരെ എല്ലാ കോച്ചുമാരെ മാറ്റിയിട്ടും 9ഉം 10 സീസണിൽ 9ാം സീസൺ എന്തായാലും പുതിയ കോച്ച് വന്നു. എന്തായാലും 10ാം സീസണിൽ അതേ കോച്ചിന് 10 ടീം വെക്കുന്നെങ്കിൽ 10 കോച്ച് നല്ല ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ബാക്കി 2 ടീം ഏതാണെന്ന് ഞാൻ പറയാം മച്ചവനെ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ചെന്നൈ FC കഴിഞ്ഞ സീസണിൽ കപ്പടിച്ചില്ല മച്ചവനെ. അപ്പം അത് ആ ടീമിൻ്റെ കോച്ച് ആരായിരുന്നു? എഡി ഹോവിനെ നേരെ പൊക്കിയിട്ടുണ്ട് എറ്റിക മുഹമ്മദ് ഖാൻ. അപ്പം ദ ന്യൂ മാനേജർ സീസൺ 10 എറ്റിക മുഹമ്മദ് ഖാൻ്റെ എഡി ഹോവാണ്. അവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ മച്ചവനെ, ഇത് എറ്റിക മുഹമ്മദ് ഖാൻ ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ അവർ ഒഫീഷ്യലായിട്ടിട്ടുണ്ട് എഡി ഹോ ഈ സീസണിൽ എന്തായാലും എറ്റിക മുഹമ്മദ് ഖാൻ്റെ മാനേജർ ആയിരിക്കും. അപ്പം നമ്മൾ കണ്ടറിയാൻ മച്ചവനെ 2 സീസണിൽ അടുപ്പിച്ച് കപ്പടിക്കാൻ കഴിയുമെന്ന്. അപ്പം ഇനി കുറേ സൈനിങ്ങൊക്കെ കാണാൻ കഴിയും മച്ചവനെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മച്ചവനെ, നമ്മുടെ ISLയിലെ ഫസ്റ്റ് മാച്ച് ആരൊക്കെയാണെന്ന് നോക്കാം മച്ചവനെ. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മച്ചവനെ, അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചവനെ, ഫസ്റ്റ് മാച്ച് മുതൽ ബാക്കി എല്ലാം മൊത്തം ഓൾ ടീം 12 ടീമിൻ്റെയും ഫസ്റ്റ് മാച്ച് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു മച്ചവനെ. അപ്പോൾ മച്ചവനെ, ഫസ്റ്റ് മത്സരം വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റിയാണ് മച്ചവനെ ഫസ്റ്റ് മാച്ച്, ഉദ്ഘാടന മത്സരം. രണ്ടാമത്തെ മാച്ച് എന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് ചെന്നൈ FC ആണ്. അപ്പോൾ മൂന്നാമത്തെ മാച്ച് എന്ന് വെച്ചാൽ പഞ്ചാബ് FC വേഴ്സസ് ബാംഗ്ലൂർ FC ആണ്. നാലാമത്തെ മാച്ച് എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജംഷഡ്പൂറാണ്. അഞ്ചാമത്തെ മാച്ച് എന്ന് വെച്ചാൽ ഗോവ വേഴ്സസ് എറ്റിക മുഹമ്മദ് ഖാൻ. ആറാമത്തെ മാച്ച് എന്ന് വെച്ചാൽ ഒഡീഷ FC വേഴ്സസ് ഹൈദരാബാദാണ്. മച്ചവനെ, ഇതൊക്കെയാണ് ഫിക്സ്ചറായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കാണാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുണ്ട് മച്ചവനെ. അപ്പോൾ മച്ചവനെ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്കോഡിൻ്റെ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിലായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വരുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ മച്ചവനെ, ആര് കപ്പടിക്കുമെന്ന് കാണാം മച്ചവനെ ഈ സീസണിൽ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.